ഇപ്പോൾ ജനങ്ങൾ ഞങ്ങൾക്ക് തന്ന ഒരു ജനവിധി എന്ന് പറയുന്ന പ്രതിപക്ഷത്തിരിക്കാനാണ്. അത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട്. പാലായിലെ കഴിഞ്ഞ പ്രാവശ്യം 2 ചിഹ്നത്തിൽ 10 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. ഈ പ്രാവശ്യവും 10 പേര് 2 ചിഹ്നത്തിൽ വിജയിച്ചു. പക്ഷേ നമുക്ക് ഉദ്ദേശിച്ച ആ പല സീറ്റുകളും ചെറിയ മാർജിനിൽ ഒക്കെ നമുക്ക് പരാജയപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും വിജയിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളെയും, അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും NDA ആണെങ്കിലും അവരെ മുഴുവൻ പ്രത്യേകം അനുമോദിക്കുന്നു. വലിയൊരു ഹാർഡ് വർക്ക് അവരുടേതുണ്ട്, ആ മുന്നണിയുടെയുണ്ട്. ഏത് മുന്നണിയായാലും തീർച്ചയായും എവിടെയാണോ പരാജയപ്പെട്ട, എവിടെയാണ് വീഴ്ച വന്നത്, അത് വളരെ വിശദമായി നമുക്ക് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെയും മറ്റ് പ്രദേശങ്ങളിലെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ കൃത്യമായി അതിൻ്റെ ഒരു പരിശോധന നടത്തുന്നുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പരിശോധിച്ചിട്ട് എവിടെയാണ് വീഴ്ചയുള്ളത് പരിഹരിച്ച് നമ്മൾ മുന്നോട്ട്. സംസ്ഥാന വ്യാപകമായി ഉണ്ടായ ഒരു ട്രെൻഡിന്റെ ഭാഗമാണ് UDF അനുകൂലമായി ബാധിച്ചത്. അല്ല, പൊതുവേ നമ്മൾ പറയുമ്പോൾ കുറച്ച് ഒരു നമ്മളിപ്പം കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭ എടുക്കുകയാണെങ്കിൽ ലോക്സഭയിൽ എല്ലാ സീറ്റുകളും നമ്മൾ പരാജയപ്പെട്ടു, എക്സെപ്റ്റ് 1 മാത്രമാണ് വിജയിച്ചത്. അപ്പോൾ അത് ഏതാണ്ട് 100-ൽ പരം നിയമസഭാ മണ്ഡലങ്ങളിൽ അവിടെ UDF ആണ് മുന്നേറിയത്. അപ്പം ഇതെല്ലാം തട്ടിക്കൂട്ടി നോക്കുമ്പോൾ അത്രമാത്രം അങ്ങോട്ട് പോയിട്ടില്ല. പക്ഷെ ചില പോരായ്മകൾ ചില മേഖലകളിലുണ്ട്, അത് വസ്തുതയാണ്. തീർച്ചയായിട്ടും ഇത് നമ്മൾ LDF കൂടി എന്താണ് എവിടെയാണ് തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട്. ജില്ലാ പഞ്ചായത്തുകളിലെ ഒരു തിരിച്ചടി അത് ഒരു പൊളിറ്റിക്കൽ വോട്ടിംഗ് ആണല്ലോ നടക്കുന്നത് സംസ്ഥാന വ്യാപകമായി. അതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതൊരു ആശങ്കയല്ലേ? അതല്ല, ഇപ്പോൾ പല പ്രദേശങ്ങളിലും നമുക്കറിയാമല്ലോ, ഇവിടെ തന്നെ പല പ്രദേശങ്ങളിലും അവിശുദ്ധ ബന്ധങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് ഒക്കെ കണ്ടതും കേട്ടതും ഒക്കെയാണല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇപ്പം അതിനൊരു വലിയൊരു തെളിവ് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം മുത്തോലി പഞ്ചായത്തിൽ ഭരണം കിട്ടിയത് BJPക്കാണ്. പക്ഷെ പിന്നോക്കം പോയത് ആരാണ്? പിന്നോക്കം പോയത് UDF ആണ്. പക്ഷെ ആ തിരുത്തൽ പക്ഷെ അവിടെയുള്ള വോട്ടർമാർ അത് തിരിച്ചറിഞ്ഞു. പ്രത്യേകിച്ച് എല്ലാവരും എപ്പോഴും പറ്റിക്കാൻ പറ്റിയല്ലോ. പക്ഷേ ഇപ്പോൾ മുത്തോലിൻ്റെ ഒറ്റയ്ക്ക് ഭരണം നമുക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ കിടങ്ങൂർ അതേ സമയത്ത് തന്നെ ഇതുപോലെ തന്നെ സംഭവിച്ചു. അവിടെ ചില കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ട് ജില്ലാ പഞ്ചായത്ത് എടുത്തു, ഞങ്ങൾ ഗ്രാമപഞ്ചായത്ത് സഹായിക്കാം എന്ന് പറഞ്ഞ് UDF ചില സ്ഥലങ്ങളിൽ നിന്നും അങ്ങനെ അവിടെയും ഭരണം BJP ആയിരുന്നു. ഇപ്പോൾ അതും നമ്മളെ തിരിച്ചു പിടിച്ചു. അപ്പോൾ ആ രീതിയിലുള്ള ചില ബന്ധങ്ങൾ ചില വ്യാപകമായി പോയിട്ടുണ്ട്. ഏതൊക്കെയാലും ഇതെല്ലാം പരിശോധിക്കേണ്ടതാണ്. എന്തു വന്നോട്ടെ, ജനവിധി മാനിക്കുന്നു, ജയിച്ചവരെ നമ്മൾ അനുമോദിക്കുന്നു. ഏതെങ്കിലും അവിടെ ഈ പറയുന്ന വീഴ്ചകളുണ്ടെങ്കിൽ അത് പരിശോധിച്ച് തിരുത്തി തന്നെ പോകും. അതിനൊന്നും സംശയമൊന്നുമില്ല. നമ്മളെല്ലാം ജയിച്ചു അല്ലെങ്കിൽ എല്ലാം നന്നായി എന്ന് ഒരിക്കലും ഞാൻ പറയാം.